എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഹെൽത്തി റെസിപ്പിയാണിത്. ഇതിനാകെ 2 ചേരുവകളുടെ ആവശ്യമുള്ളൂ, മുട്ടയും പഴവും. അത് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 3 നേന്ത്രപ്പഴമാണ്. അധികം പച്ചയല്ല, എന്നാൽ വല്ലാണ്ട് പഴുത്തിട്ടില്ല. ആ ഒരു റേഞ്ചിലുള്ള പഴം നോക്കി എടുക്കുക. മാക്സിമം കൂടുതൽ പഴുക്കാത്ത പഴം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ കാണുന്ന പോലെ നടുവേ കയറി നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഈ കാണുന്നത് പോലെ അരിഞ്ഞിടാം. അങ്ങനെ 3 നേന്ത്രപ്പഴവും അരിഞ്ഞ് ആ ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആവശ്യമുള്ളതാണ് മുട്ട. അത് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ട അപ്പോൾ ബൗളിലേക്ക് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യിട്ട് നെയ്യ് ചൂടാക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച പഴം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആ നെയ്യിലൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിനി വെന്ത് വരുമ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ പഴം നല്ല യെല്ലോയിഷ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാരയുടെയും ആ നെയ്യും അതെല്ലാം കൂടെ പഴത്തിനുള്ളിൽ ചേരാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത്. പഴം വെന്ത് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ 2 മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതിൽ ആ നെയ്യും മുട്ടയൊക്കെ ആ പഴത്തിലേക്ക് നല്ലതുപോലെ പിടിക്കും. നന്നായിട്ട് തന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. മുട്ടയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. വണ്ണം കുറഞ്ഞ കുട്ടികൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ നല്ലതായിരിക്കും. അവർക്ക് ഹെൽത്തിന് നല്ലതാണ്. നെയ്യും മുട്ടയും പഴവും എന്നൊക്കെ പറയുന്നത് നല്ല ന്യൂട്രീഷ്യസ് ഉള്ള ഒരു ഫുഡ് തന്നെയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാമെന്നുള്ളൂ. ഏത് കൊച്ചുകുട്ടിക്കും വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിലൊക്കെ കൊച്ചുകുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മമാർ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.